ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബിറ്റ് കോയിൻ റൂൺസിനെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിറ്റ് കോയിൻ റൂൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു റൂൺസിൻ്റെ മേലെ വരുന്ന പുതിയ ടോക്കൺസ് നിങ്ങൾക്ക് എങ്ങനെ വാങ്ങിക്കാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ഇവരുടെ പുതിയ ടോക്കൺസിൻ്റെ മിൻറ്റിങ്ങിലും കാര്യങ്ങളൊക്കെ എങ്ങനെ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് പറ്റും എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടെലഗ്രാം, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം എല്ലാം ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി നമ്മുടെ ഈ ഒരു റൂൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ്റെ മേലെ വന്നിട്ടുള്ള പുതിയൊരു ടോക്കൺ സ്റ്റാൻഡേർഡാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ BRC20 ഒക്കെ ട്രെൻഡ് വന്ന ഉടനെ തന്നെ അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് OD, അതുപോലെ തന്നെ ബിറ്റ് മാപ്പ് ഒക്കെ തുടങ്ങിയിട്ടുള്ള പ്രൊജക്റ്റുകൾ വളരെയധികം പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ബിറ്റ് മാപ്പ് ഒക്കെ നമ്മൾ വെറും $2 ഇൻസ്ക്രൈബ് ചെയ്ത സാധനങ്ങൾക്ക് $300-350 വരെയൊക്കെ പ്രൈസ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റൂൺസും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. മാർക്കറ്റിലേക്ക് ഏതൊരു വിധ ട്രെൻഡ് വരുമ്പോഴും അതിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊന്നും യാതൊരുവിധ ഫൈനാൻഷ്യൽ അഡ്വൈസായിട്ട് എടുക്കരുത്. നിങ്ങളിത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചുകൾക്ക് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് എന്താണ് ബിറ്റ് കോയിൻ റൂൺസ് എന്ന് നോക്കാം. നമ്മളെല്ലാവരും BRC20 എന്താണെന്ന് കുറേയധികം മാസങ്ങൾക്ക് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ആ ഒരു BRC20യുടെ പരിമിതികൾ എന്തൊക്കെയാണോ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫഞ്ചിബിൾ ടോക്കൺ സ്റ്റാൻഡേർഡ് ബിറ്റ് കോയിൻ്റെ മേലെ കൊണ്ടുവന്നതിനെയാണ് നമ്മൾ ബിറ്റ് കോയിൻ റൂൺസ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. BRC20ൻ്റെ സെയിം ഡെവലപ്പർ തന്നെയാണ് ഈ ഒരു ബിറ്റ് കോയിൻ റൂൺസ് പ്രോട്ടോക്കോളും കൊണ്ടുവന്നിട്ടുള്ളത്. ബിറ്റ് കോയിൻ ഹാവിങ്ങിന് ശേഷമാണ് ഇവരുടെ പുതിയ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റൂൺസ് പ്രോട്ടോക്കോൾ ഡിപ്ലോയ് ആയ സമയത്ത് തന്നെ ബിറ്റ് കോയിൻ്റെ ഗ്യാസ് ഫീസ് വളരെയധികം ഹയർ ലെവലിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഒരു ഗ്യാസ് ഫീസിലേക്കാണ് ബിറ്റ് കോയിൻ്റെ ആ ഒരു ട്രാൻസാക്ഷൻ ഫീസും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. സോ നമ്മളിപ്പം ടോക്കൺസ് വാങ്ങിക്കണമെങ്കിലും അല്ലെങ്കിൽ ടോക്കൺസ് ഇൻസ്ക്രൈബ് ചെയ്യണമെങ്കിലും വളരെ നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഗ്യാസ് ഫീസ് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ചെയ്യുമ്പോൾ വളരെയധികം കെയർഫുള്ളായിട്ട് ചെയ്യുക. ഞാനിതുവരെ ഒരു റൂൺസ് പോലും വാങ്ങിയിട്ടില്ല, ഒന്നുപോലും ഇൻസ്ക്രൈബ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഉയർന്ന ഗ്യാസ് ഫീസാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൽ ഇൻസ്ക്രൈബ് ചെയ്യുന്നത്, വാങ്ങിക്കുന്നത് എന്നൊക്കെ പറയുന്നതായിരിക്കും. സോ ബേസിക്കലി യൂണിസാറ്റ് വാലറ്റ് വെച്ചാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. നിങ്ങളൊരു ബിഗിനറാണ്, ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു BRC20 പ്രൊജക്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, എങ്ങനെ ഇൻസ്ക്രൈബ് ചെയ്യണം, എങ്ങനെ മിൻറ്റ് ചെയ്യണം എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള BRC20ൻ്റെ വീഡിയോ കാണാം. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. അല്ല, നിങ്ങൾ BRC20 നല്ല രീതിയിൽ എക്സ്പേർട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ KC എന്ന് പറയുന്ന ഒരു ആളാണ് നമ്മുടെ ഈ ഒരു ബിറ്റ് കോയിൻ റൂൺസിൻ്റെ ഡെവലപ്പർ. അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ പേജിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇതൊക്കെ അദ്ദേഹം വേറൊരു ഫണ്ടിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ബിറ്റ് കോയിൻ ആണ് ഏറ്റവും പ്രൈം ആയിട്ടുള്ള സംഭവം, അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിച്ച് കളിക്കുക എന്ന് അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ തന്നെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കാര്യം തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ടോക്കൺസ് അഥവാ റൂൺസിൻ്റെ മേലുള്ള ടോക്കൺസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് നമുക്ക് ഈ യൂണിസാറ്റിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ടോക്കൺസ് ആണ് ഇവിടെ മിൻറ്റ് ഔട്ട് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് മിൻറ്റിങ് നടക്കുന്നതെന്ന് കാണാനായിട്ട് പറ്റും. ഇതിൽ നോക്കുകയാണെങ്കിൽ സതോഷി നാക്കമോട്ടോ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റാണ് ഏറ്റവും ഫസ്റ്റ് മിൻറ്റ് ആയിട്ടുള്ളത്. നമുക്കറിയാം BRC20 ഏറ്റവും ഫസ്റ്റ് മിൻറ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് എന്ന് പറയുന്നത് OD എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു $2-3 ഉണ്ടായിരുന്നുള്ളൂ പ്രൈസ്. അതിനുശേഷം ഒരു $80, $90 ഒക്കെ ബൈനാൻസ് ലിസ്റ്റിംഗ് ഒക്കെ വന്നതിന് ശേഷം കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇത് വാങ്ങിക്കേണ്ട എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് നോക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു റൂൺസ് പ്രോട്ടോക്കോളിൽ ഏറ്റവും ആദ്യം ഡിപ്ലോയ് ആയിട്ടുള്ള ടോക്കൺ ആണ് നമ്മുടെ ഈ ഒരു സതോഷി നാക്കമോട്ടോ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതിനും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി എങ്ങനെയാണ് ഇതിനകത്ത് ടോക്കൺസ് ഇൻസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻസ്ക്രൈബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ റൂൺസിൻ്റെ മേലെയുള്ള ടോക്കണും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ടോക്കൺസ് വാങ്ങിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ടുണ്ടെങ്കിൽ ടോക്കൺസ് വാങ്ങിക്കാനായിട്ട് പറ്റും. മാർക്കറ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ടോക്കൺസ് ആണ് ഇപ്പം വിൽപ്പനയ്ക്കുള്ളതെന്ന് കാണാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു സതോഷി നാക്കമോട്ടോ എന്ന് പറഞ്ഞ ടോക്കൺ നിങ്ങളിവിടെ എടുത്ത് കാണിച്ചു തരാം. കറൻ്റ്ലി ഒരു ടോക്കണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം $4.4 ആണ്.
നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ഇവരുടെ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ യൂണിസാറ്റ് വാലറ്റ് സെറ്റപ്പ് ചെയ്യുക, അതിൽ കുറച്ച് ബിറ്റ് കോയിൻ ലോഡ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ബൈ കൊടുത്ത് നിങ്ങളുടെ വാലറ്റിലെ ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ടോക്കൺസ് വാങ്ങിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതൊക്കെ നമ്മുടെ BRC20 കവർ ചെയ്ത കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു BRC20 വീഡിയോയും കൂടെ കാണുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഈ ഒരു റൂൺസ് പ്രോട്ടോക്കോളിൻ്റെ മേലെ ടോക്കൺസ് മാത്രമല്ല NFTസും ഉണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് റൂൺ സ്റ്റോൺ എന്ന് പറയുന്ന NFT ആണ്. അത് കുറേ അധികം ആളുകൾക്ക് എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു $8,000-9,000 വരെ ഒരു റൂൺ സ്റ്റോണിൻ്റെ പ്രൈസും പോയിട്ടുണ്ടായിരുന്നു. റൂൺ സ്റ്റോൺ ഹോൾഡേഴ്സിന് ഇതിനകത്ത് വരുന്ന പല ടോക്കൺസും എയർ ഡ്രോപ്പ് കിട്ടുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റൂൺസ് വാങ്ങിക്കാനായിട്ട് പറ്റുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഓർഡിനൻസ് വാലറ്റ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഓർഡിനൻസ് വാലറ്റിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇവരുടെ ഈ ഒരു ഓർഡിനൻസ് വാലറ്റിൻ്റെ പ്ലാറ്റ്ഫോമിലും റൂൺസും കാര്യങ്ങളൊക്കെ ലിസ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, റൂൺസിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോമോ അടിച്ച് എൻട്രി എടുക്കുന്നതിന് പകരം ഗ്യാസ് ഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയുമോ എന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ ശേഷം എൻട്രി എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. എന്തായാലും ഞാൻ എൻട്രി എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ബാക്കി നല്ല ടോക്കൺസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ വേറൊരു വീഡിയോയും കൂടെ ചെയ്യാം എന്ന് കരുതുന്നു. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.